ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NR ജയൻ ഇപ്പോൾ കേരള വിഷനോടൊപ്പം ചേരുന്നു. ശ്രീ ജയൻ, താങ്കളും ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ മുതൽ ഈ ദൗത്യ സംഘത്തോടൊപ്പം ദൗത്യമേഖലയിലുണ്ട്. നിലവിൽ അരിക്കൊമ്പനെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് കഴിഞ്ഞു. ഒരു പ്രാവശ്യമാണ് മയക്കുവെടി വെച്ചിരിക്കുന്നത്. ഇനി അരമണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും മയക്കുവെടി വെക്കുന്നതിനെ സംബന്ധിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അരിക്കൊമ്പൻ ദൗത്യം ആദ്യഘട്ടം വിജയകരമായിരിക്കുകയാണ് ശ്രീ ജയൻ. അതിന്റെ ഒരു സന്തോഷം എന്തായാലും പ്രദേശവാസികളുടെ ഇടയിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഡിവിഷനുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അവർക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആശ്വാസകരമാണ് ഈ അരിക്കൊമ്പനെ പിടിച്ചു മാറ്റുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്തായാലും നല്ല നിലയിലേക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ കൃത്യതയോടും അതോടൊപ്പം തന്നെ നല്ല നിലയിലേക്കുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അരിക്കൊമ്പനെ കൃത്യമായി എത്തിക്കേണ്ടടുത്ത് തന്നെ. നമുക്കറിയാം 19 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്നതാണ് ആനയിറങ്ങൽ ഡാമും പരിസര പ്രദേശങ്ങളും ഈ ആന പോകാറുള്ള പ്രദേശങ്ങൾ. അവിടെ കൃത്യമായി ആനയെക്കൂട്ടി പ്ലാൻ ചെയ്തിരുന്ന സിമന്റ് പാലത്ത് തന്നെ ആനയെ എത്തിക്കുവാനും അവിടെ വെച്ച് വെടിവെക്കുവാനും കഴിഞ്ഞത് വളരെ വലിയ കാര്യമാണ്. അത് കൃത്യതയോടുള്ള പ്ലാനിംഗ് ആണ്. അതിന്റെ അത്തരത്തിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആന നിൽക്കുന്നത് ഏതാണ്ട് റോഡിൽ നിന്ന് ഒരു 150 മീറ്റർ അകലം മാത്രമാണ്. അവിടെ ആന ഈ മയക്കുവെടിയുടെ ഭാഗമായി മയങ്ങുകയാണ് എങ്കിൽ റോഡ് വെട്ടി അവിടെ നിന്ന് ആനയെ ലോറിയിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്.